സീറ്റിലിരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വികാസിന്റെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. റീജോയാണെന്ന് കണ്ടതും അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഇച്ചായ, എന്തായി? അവളെ പൊക്കി ഇച്ചായ. റീജോ പറഞ്ഞത് കേട്ടതും വികാസിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഓക്കെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു പോറൽ പോലും ഏൽക്കാതെ അവളെ ബംഗ്ലാവിൽ എത്തിക്കണം. ഓക്കെ ഇച്ചായ. മറുവശത്ത് കോൾ കട്ടായതും വികാസ് ഫോൺ തിരികെ സീറ്റിലേക്ക് തന്നെ ഇട്ടു. ഇനി നിന്റെ ടേണാണ് റയാൻ. അവൻ പെറുപെറുത്തുകൊണ്ട് മുന്നിലെ വിദൂരമായ റോഡിലേക്ക് മിഴി നട്ടിരുന്നു. എന്തു പറഞ്ഞു? റീജോ ഫോൺ കട്ട് ചെയ്തതും കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന സെബാൻ ചോദിച്ചു. അവളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അങ്ങയുടെ മറ്റേടത്ത് കൊണ്ടെത്തിച്ചേക്കണമെന്ന്. റീജോയുടെ കാലുകൾ ദേഷ്യം കൊണ്ട് ആക്സിലേറ്ററിൽ ഒന്നുകൂടി അമർന്നു. വണ്ടിയുടെ വേഗത കൂടിയതും സെബാൻ വേഗം തിരിഞ്ഞ് പിറകിൽ തങ്ങളെ ഫോളോ ചെയ്തു വരുന്ന പെട്ടിയോട്ടോയിലേക്ക് നോക്കി. എടാ പതിയെ വിട്, അവന്മാരൊത്തിരി ബാക്കില്ല. കയ്യിലുള്ളത് നല്ല കിളി പോലൊരു പെണ്ണ. ഒരവസരം കിട്ടിയാൽ അവളെയും കൊണ്ട് മുങ്ങാനും മടിക്കത്തില്ല. റീജോ ഒരു നെടുവീർപ്പോടെ വണ്ടിയുടെ വേഗത കുറച്ചു. എനിക്കെന്തോ ആ വികാസിന്റെ ഭരണം അങ്ങോട്ട് പിടിക്കുന്നില്ല. ഈ കളി തുടങ്ങി വെച്ചത് ഞാനാ. എന്നിട്ടിപ്പോൾ പകുതിക്ക് വെച്ച് വന്നു കയറിയ അവൻ എന്നെ വരെ പഠിപ്പിക്കാൻ വരുന്നു. അവളുടെ മേൽ കണ്ണു വെച്ചാൽ എൻ്റെ നെഞ്ചത്ത് തുളയിടും പോലോ. അതിനവൻ കുറേ മുക്കും. അവൻ അറിയത്തില്ല റീജോയെ. സ്വന്തം കൂടപ്പുറപ്പിൻ്റെ ഉയരെടുക്കാൻ പോലും കൈ വിറയ്ക്കാത്തവനാ ഈ റീജോ. ആ എന്നെയാ അവൻ വെറും പട്ടിയാക്കാൻ നോക്കുന്നത്. എൻ്റെ കുണം മാറിയാൽ വല്ല ചതുപ്പിലും ചവിട്ടി താഴ്ത്തും ഞാൻ അവനെ. റീജോ തൻ്റെ ദേഷ്യം മുഴുവൻ ഡ്രൈവിങ്ങിൽ തീർത്തുകൊണ്ട് പറഞ്ഞു. പോട്ടടാ. എന്തോന്ന് പോട്ടടാ? ഞാനല്ലയോ അവളെ ആദ്യം? അങ്ങനെയല്ലയോ ഈ റയാൻ പോലും അവളെ കണ്ടതും മിന്നു കെട്ടിയതുമൊക്കെ? എന്നിട്ടിപ്പോൾ ഇന്നലെ കയറി വന്നവൻ പണ്ടങ്ങാണ്ടോ നടന്ന എന്തോ മാങ്ങാത്തൊലിയുടെ പേരും പറഞ്ഞു. ചുമ്മാ ചാടിക്കയറി നീ മുന്നിൽ വെച്ച് തല കൊടുക്കണ്ടായിരുന്നു. നീ ഒന്ന് സമാധാനപ്പെട്ടടിയാ. ഏതായാലും പറ്റിപ്പോയി. ഇനിയിപ്പോൾ ബാക്കി നോക്കിയല്ലേ പറ്റൂ. സെബാൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ നോക്കിക്കോ സെബാനെ. എല്ലാം ഒരു കുടകയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ ഇവൻ്റെ പള്ളയ്ക്ക് കത്തികയറ്റും. റയാൻ്റെ മുന്നിലിട്ട് അവൻ ചെയ്യാൻ നിന്നത് ഈ രണ്ടുമാരുടെയും മുന്നിൽ വെച്ച് ഞാൻ ചെയ്യും. വണ്ടി എസ്റ്റേറ്റിലേക്ക് കയറുന്ന വീതി കുറഞ്ഞ ടാർ റോഡിലേക്ക് കയറ്റിക്കൊണ്ട് റീജോ പറഞ്ഞതും പിന്നിലെ വണ്ടി ഒപ്പം തന്നെയുണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയിട്ട് സെബാൻ ഒന്ന് നെടുവീർപ്പെട്ടു. ഇവൾ ഇത്രയും നേരം അകത്തെന്തെടുക്കുക? റെസ്റ്റ് റൂമിൻ്റെ പുറത്ത് ആമയെയും കാത്തിരിക്കുമായിരുന്ന ജാസ്മിൻ വാച്ചിൽ നോക്കിക്കൊണ്ട് പെറുപെറുത്തു. പെടുന്നതിനെ കീർത്തിയും ഒരു ഞെട്ടലോടെ മുഖമുയർത്തി. അപ്പോൾ മാത്രമായിരുന്നു അതുവരെ ഫോണിൽ നോക്കിയിരുന്ന് നേരം ഒരുപാട് കഴിഞ്ഞെന്ന് അവരിരുവരും മനസ്സിലാക്കിയത് തന്നെ. ഈശ്വര, ഈ പെണ്ണിതെന്തോന്ന് ചെയ്യുക? ചാടി എണീറ്റ് ഫോൺ ജീൻസിൻ്റെ പോക്കറ്റിലേക്ക് തിരികെക്കൊണ്ട് കീർത്തി ഉള്ളിലേക്ക് ഓടി. അവരകത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. ക്ലീനിങ് സ്റ്റാഫായ ആ സ്ത്രീ മാത്രം തിരക്കിട്ട് ജോലി ചെയ്യുവാണെന്ന് ഭാവിച്ചുകൊണ്ട് ഓരോ ടോയ്ലറ്റിലും കയറി ഇറങ്ങുകയായിരുന്നു. ചേച്ചി, ഇങ്ങോട്ടൊരു പെൺകുട്ടി വന്നിരുന്നോ? പെൺപിള്ളേരുടെ ബാത്റൂമിൽ പിന്നെ പെൺകുട്ടിയല്ലാതെ ആൺകുട്ടി വരുമോ കൊച്ചേ? ഈ പരട്ടത്തള്ള ചവിട്ടി ചുഴൽ കേറ്റട്ടേടി. അവരുടെ പറച്ചിൽ കേട്ട് ദേഷ്യം വന്നുപോയ കീർത്തി ജാസ്മിൻ്റെ ചെവിയിൽ പറഞ്ഞു. നീ ഒന്ന് അടങ്ങ് കീർത്തു. ആദ്യം അവളെ നോക്കാം. ഇവിടെ ആൺകുട്ടികൾ വരത്തില്ലെന്നിനി ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. കുറച്ചു മുന്നേ ഒരു പെൺകുട്ടി ഇതിനകത്തോട്ട് കയറി വന്നായിരുന്നു. അവളെ കണ്ടോന്ന് പറഞ്ഞാൽ മതി. ജാസ്മിൻ ആദ്യം കീർത്തിയോടും പിന്നൽപ്പം ദേഷ്യത്തിൽ ആ സ്ത്രീയോടും പറഞ്ഞു. എൻ്റെ കൊച്ചേ, ഞാൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. അതേ എനിക്കറിയത്തുള്ളൂ. അത്രമാത്രം പറഞ്ഞിട്ട് ആ സ്ത്രീ വേഗം ജോലി മതിയാക്കി പുറത്തേക്ക് നടന്നു. ഈശ്വര, ഇവള് പിന്നീട് എങ്ങോട്ട് പോയി? അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പായിരുന്നെങ്കിലും ടോയ്ലറ്റ് ഡോറുകളിൽ ഓരോന്നും തുറന്നു നോക്കിക്കൊണ്ട് ജാസ്മിൻ പെറുപെറുത്തു. ജാസു, എനിക്ക് പേടിയാകുന്നടി. ആദി. കീർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ജാസ്മിനും ആകപ്പാടെ എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ കുഴങ്ങി നിൽക്കുമായിരുന്നു. നീ വാ. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ജാസ്മിൻ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. നീ ആരെയായി വിളിക്കുന്നേ? അവൾ തിടുക്കപ്പെട്ട് ഫോണിൽ പരതുന്നത് കണ്ട് കീർത്തി ചോദിച്ചു. റയാൻ ചാച്ചനെ. ജാസ്മിൻ അത് പറഞ്ഞിട്ട് ഫോൺ കാതോട് ചേർത്തു. റയാൻ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. ഒരു കൈയിൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് ഫോൺ എടുത്തതും ജാസ്മിൻ്റെ കോൾ കണ്ട് അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൾ തന്നെ വിളിക്കുന്നത് എന്തിനായിരിക്കും എന്ന് ചിന്തിച്ച് തീരും മുന്നേ ആമയുടെ മുഖം അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നിരുന്നു. പെടുന്നതിനെ അവൻ്റെ ഹൃദയമൊന്ന് പിടിഞ്ഞു. ഹലോ, എന്താ മോളെ? വെപ്രാളത്തോടെ കോൾ എടുത്തതും അവൻ എങ്ങനെയായിരുന്നു ചോദിച്ചത്. പക്ഷേ മറുപടിക്ക് പകരം മറുവശത്ത് നിന്നും ഒരു വിങ്ങിപ്പൊട്ടലായിരുന്നു കേട്ടത്. ജാസ്മിൻ, എന്തിനാ കരയുന്നേ? റയാൻ്റെ ഹൃദയത്തിൽ അപായമണി മുഴങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വരം വിറച്ചു. ചാച്ച, ആദി. അവൾക്ക് എന്നാ പറ്റി? ആദിയെ കാണാനില്ല ചാച്ച. ജാസ്മിൻ്റെ വായിൽ നിന്നും ആ വാചകം കേട്ടതും ഭൂമി കീഴ്മേൽ മറിയും പോലെ തോന്നിപ്പോയി റയാന്. ഉടലും മനസ്സും ഒരുപോലെ സ്തംഭിച്ച് അവൻ്റെ കണ്ണുകൾ തുറച്ചു വന്നു. അവയിൽ നിന്ന് കണ്ണുനീർ കുതിച്ചു ചാടി. പിന്നീടുള്ള ജാസ്മിൻ്റെ കരച്ചിലോ അവൾ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും തന്നെ അവൻ കേട്ടില്ല.
സാർ. ഹൃദയഭേദകമായ സാന്ദ്രയുടെ നിലവിളിയായിരുന്നു റയാനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴേക്കും എതിരെ വന്ന ടിപ്പർ കാറിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. ഹലോ ചാച്ച. ഹലോ. എന്നാ പറ്റി? എന്തോ വലിയൊരു ഒച്ച ഫോണിൽ കൂടി കേട്ട ജാസ്മിൻ ഭയത്തോടെ വിളിച്ചു. പക്ഷേ മറുതലയ്ക്ക് നിന്ന് നിശബ്ദത മാത്രമായിരുന്നു മറുപടി. എന്താടാ? ഫോൺ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരയുന്ന ജാസ്മിനെ പിടിച്ചുലച്ചുകൊണ്ട് കീർത്തി ചോദിച്ചു. എനിക്കറിയില്ലടി. ആരോ കരയുന്ന കേട്ടു, വലിയൊരു ഒച്ചയും. റയാൻ ചാച്ചൻ. എനിക്ക് പേടിയാവുക കേത്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ച് ജാസ്മിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കീർത്തിയും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിങ്ങി കരഞ്ഞു. ഇച്ചായ. സ്റ്റേജിന്റെ പിന്നിൽ കൂടി നിൽക്കുന്നവർക്കൊപ്പം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ തകർന്നുടഞ്ഞ മട്ടിലുള്ള ജാസ്മിന്റെ വിളി കേട്ടതും സ്റ്റെഫിൻ ഒരു പിടച്ചിലൂടെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും പാഞ്ഞു വന്ന ജാസ്മിൻ അവന്റെ നെഞ്ചിലേക്ക് വീണവനെ മുറുകെ പുണർന്നിരുന്നു. മിന്നു, എന്നാടാ? എന്തിനാ നീ കരയുന്നത്? തന്റെ മാറിലേക്ക് ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ചു നിന്ന് വിങ്ങിക്കരയുന്ന പെണ്ണിനെ അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൻ അന്താളിച്ചു ചോദിച്ചു. പക്ഷേ ജാസ്മിൻ കരഞ്ഞുകൊണ്ട് അവന് പറ്റി നിന്നതല്ലാതെ ഒരക്ഷരം പോലും മിന്നിയില്ല. മിന്നു, കാര്യം പറയാനാ പറഞ്ഞത്. എന്നെ പറ്റി? ചുമ്മാ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. സ്റ്റെഫി വീണ്ടും അവളെ പിടിച്ചുലച്ചു. അവർക്ക് ചുറ്റും കൂടി നിന്ന അധ്യാപകരുടെയും കുട്ടികളുടെയും മുഖത്ത് അപ്പോൾ അതേ ഭാവം തന്നെയായിരുന്നു. എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെന്ന ചിന്തയിൽ എല്ലാവരുടെയും മുഖവും വിളറി വെളുത്തു. ജാസു. അപ്പോഴായിരുന്നു ആളുകളെ വകഞ്ഞു മാറ്റി അവിടേക്ക് കീർത്തി ഓടി വന്നത്. അവളും പൊട്ടിക്കരയുക തന്നെയായിരുന്നു. ഗീതു. സ്റ്റെഫിൻ അവളെയും അമ്പരപ്പോടെയായിരുന്നു കണ്ടത്. ചാച്ച. മുന്നിൽ അവനെ കണ്ടതും ഒരാശ്രയത്തിനെന്നോണം അവളും ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. സ്റ്റെഫിൻ പകപ്പോടെ ഇരുവരെയും ചേർത്ത് പിടിച്ചു. എന്താ മോളെ, നിങ്ങളെന്തിനാ ഇങ്ങനെ കരയുന്നേ? ചാച്ച. അവൾ കീർത്തിയിൽ നിന്ന് പതറിയ വാക്കുകൾ പുറത്തേക്ക് തെറിച്ചപ്പോൾ മാത്രമായിരുന്നു സ്റ്റെഫിനും അവളെക്കുറിച്ച് ഓർമ്മ വന്നത് തന്നെ. പെടുന്നനെ ആമയുടെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയതും അവന് നെഞ്ച് വിലങ്ങിയത് പോലെ തോന്നി. ആദിക്കെന്താ? ഹൃദയത്തെ ഭയം വരിഞ്ഞു മുറുക്കിയെങ്കിലും അവൻ എങ്ങനെയൊക്കെയോ ചോദിച്ചു. അവളെ ആരാണ്ട് പിടിച്ചോണ്ടുപോയി ചാച്ച. വാട്ട്? കീർത്തി കണ്ണുനീരോടെ പറഞ്ഞതും പ്രിൻസിപ്പാൾ ഞെട്ടലോടെ ചോദിച്ചു. പിടിച്ചോണ്ടുപോയെന്നോ? ആര്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നേരാ ചാച്ച. അവൾക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ റെസ്റ്റ് റൂമിൽ പോയതാ. അകത്ത് കയറി കുറേ കഴിഞ്ഞിട്ടും അവൾ ഇറങ്ങി വരാഞ്ഞപ്പോൾ ഞങ്ങൾ അകത്ത് കയറി നോക്കി. പക്ഷേ അവൾ അകത്തില്ലായിരുന്നു. അതിനു മുന്നേ അറിയാത്ത രണ്ടുപേര് ടോയ്ലറ്റിനുള്ളിൽ വെക്കാറുള്ള വേസ്റ്റ് ബിന്നും വണ്ടിയിൽ കയറ്റിപ്പോയി. എനിക്ക് പേടിയാവുന്നു ചാച്ച. കീർത്തി പറഞ്ഞതൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആകെ ഭയന്നു പോയിരുന്നു. എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ എല്ലാവരും പരസ്പരം നോക്കി. കരയല്ലേ മോളെ, ഞങ്ങൾ റയാനെ ഒന്ന് വിളിക്കട്ടെ? സ്റ്റെഫിൻ വെപ്രാളത്തിൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. റയാൻ ചാച്ചനെ ഇവൾ വിളിച്ചു പറഞ്ഞു ചാച്ച. പക്ഷേ എന്നിട്ടെന്താ? ഇവൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ നിലവിളിക്കുന്നത് കേട്ടു. പിന്നെ വലിയൊരു ശബ്ദം. ചാച്ചനും എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൂടി കേട്ടപ്പോൾ സ്റ്റെഫിൻ ആകെ തകർന്ന മട്ടായി കഴിഞ്ഞിരുന്നു. സ്റ്റെഫിൻ, നമുക്ക് പോലീസിൽ അറിയിക്കാം. പ്രിൻസിപ്പാൾ പറഞ്ഞതും സ്റ്റെഫിൻ ഞെട്ടി അയാളെ നോക്കി. നോ സാർ, അത് ചിലപ്പോൾ ആദിക്ക്. വാട്ട് നോൺസെൻസ് യു ആർ ടാക്കിംഗ് സ്റ്റെഫിൻ? ഈ കോളേജിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ആരൊക്കെയോ ചേർന്ന് കടത്തിക്കൊണ്ടു പോയെന്ന് മനസ്സിലായിട്ടും അത് പോലീസിൽ അറിയിക്കേണ്ട എന്നാണോ താൻ പറയുന്നത്? മുൻപ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ ജീവൻ പോലും തിരിച്ചു കിട്ടിയില്ല. അതൊക്കെ താനങ്ങ് മറന്നോ? അദ്ദേഹം വികാരക്ഷോഭത്തോടെ ചോദിച്ചതും കീർത്തിയോടും ജാസ്മിൻ്റെയും കരച്ചിൽ കൂടുതൽ ഉച്ചത്തിലായി. സാർ പ്ലീസ്. കാര്യത്തിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷേ സാഹചര്യം അതായിപ്പോയി. വേദ കേസ് പോലെ ഇതൊരു പോലീസ് കേസും ന്യൂസുമൊക്കെ ആയാൽ ഉറപ്പായിട്ടും അത് ബാധിക്കുന്നത് ആദിയെ തന്നെയാവും. അതുകൊണ്ട് പ്ലീസ് സാർ, ഞങ്ങളൊന്ന് അന്വേഷിച്ചോട്ടെ? നോ സ്റ്റെഫിൻ, ഇത് പുറത്തറിഞ്ഞാൽ ആദ്യം ചോദ്യം വരുന്നത് എൻ്റെ നേർക്കാവും. എന്തുകൊണ്ടത് പോലീസിൽ അറിയിച്ചില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് താൻ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. സാർ പ്ലീസ്. എടുത്തു ചാടിയെടുക്കുന്ന തീരുമാനം കൊണ്ട് ആദിക്ക് എന്തെങ്കിലും പറ്റിയാൽ. സ്റ്റെഫിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യനാകെ ധർമ്മസങ്കടത്തിലായിരുന്നു. സാർ പ്ലീസ്, ആദിയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ പോലീസിലാ. ഞാനിപ്പോൾ തന്നെ വിളിച്ചു പറയാം. അല്ലാതെ ഇതൊരു സാധാ പോലീസ് കേസിൻ്റെ നിലയിലേക്ക് തള്ളിയിടരുത് സാർ. ഓക്കെ, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തു തന്നെയായാലും അതിന് ഞാനോ ഈ സ്ഥാപനമോ ഉത്തരവാദിയായിരിക്കില്ല. ഒന്നും ഉണ്ടാവില്ല സാർ, എന്നെ വിശ്വസിക്ക്. അയാൾ പക്ഷേ അതിന് മറുപടിയൊന്നും പറയാതെ മൗനമായി നിന്നതേയുള്ളൂ. സ്റ്റെഫിൻ വേഗം ഫോണെടുത്ത് റോബിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അവൻ സംസാരിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്ന ചുറ്റുമുള്ളവരെ എല്ലാവരും. അങ്ങേ തലയ്ക്കിൽ നിന്ന് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവൻ്റെ മുഖം മാറുന്നതിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമായിരുന്നു. ഓക്കെ ചായ, ഞാനിപ്പോൾ എത്താം. അവൻ ഫോൺ കട്ട് ചെയ്തതും എല്ലാവരും ചോദ്യഭാവത്തിൽ അവനെ നോക്കി. എന്താ സ്റ്റെഫിൻ? ആത്മികയുടെ ഹസ്ബൻഡിൻ്റെ കാർ
ആക്സിഡന്റിൽ പെട്ടു സാർ. ഒപ്പമുണ്ടായിരുന്ന പിയെ വിളിച്ചു പറഞ്ഞിട്ടാ പോലീസ് സ്ഥലത്തെത്തിയത്. പക്ഷേ റയാനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അവരതിൻ്റെ പിറകെയാണ്. എനിക്കുടനെ സ്റ്റേഷനിൽ പോകണം. പിന്നെ ദയവ് ചെയ്ത് ഇക്കാര്യങ്ങളൊന്നും ഇവിടെ നിൽക്കുന്ന ആരും പുറത്ത് സ്പ്രെഡ് ചെയ്യരുത്. അതൊരു പക്ഷേ അവരിരുവരുടെയും ജീവനെ വരെ ബാധിക്കും. പ്രോഗ്രാം നടക്കട്ടെ സാർ. അത്രയും പറഞ്ഞിട്ട് അവൻ തിടുക്കപ്പെട്ട് ജാസ്മിനെയും കീർത്തിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. മറ്റുള്ളവരെല്ലാം അവൻ പറഞ്ഞതനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനോ കഴിയാതെ തറഞ്ഞുപോയി. സ്റ്റെഫിൻ അവരെയും കൊണ്ട് നേരെ പോയത് റോബിൻ്റെ ഓഫീസിലേക്കായിരുന്നു. അവരവിടെ ചെല്ലുമ്പോൾ പോളിൻ്റെ കാറും മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്നു. അത് കണ്ട് അവർ മൂവരും വേഗത്തിൽ അകത്തേക്ക് ചെന്നു. ആ സ്റ്റെഫി, വാടാ. വാതുക്കൾ സ്റ്റെഫിൻ്റെ മുഖം കണ്ടതും റോബിൻ വിളിച്ചു. എന്തൊക്കെയാടാ ഞാനീ കേൾക്കുന്നേ? ആമി മോൾ എവിടെ? അവരകത്തേക്ക് കയറിയെന്ന് പോൾ വെപ്രാളത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല അങ്കിൾ. ഇവർ പറയുന്നു റെസ്റ്റ് റൂമിൽ കയറിപ്പോയ അവളെ പിന്നെ കണ്ടില്ലെന്ന്. അത് പറയാൻ ഇച്ചാനെ വിളിച്ചപ്പോൾ ദേ റയാൻ്റെ കാര്യവും. എനിക്കൊന്നും അറിയില്ല. എന്തോ വലിയൊരു ട്രാപ്പാണെന്ന് തോന്നുന്നു ഇത്. പോളിൻ്റെ അരികിലേക്കിരുന്ന് നെറ്റിയമർത്തി തടവിക്കൊണ്ട് സ്റ്റെഫിൻ പറഞ്ഞു. റോബിനും ആകെ കൂടെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയായിരുന്നു. പിന്നീടെല്ലാം വളരെ സ്പീഡപ്പായി തന്നെയായിരുന്നു നടന്നത്. ജാസ്മിൻ്റെയും കീർത്തിയുടെയും മൊഴിയെടുക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ വേസ്റ്റുമായി പോയവർ തന്നെയാവും ആമിയുടെ തിരോധാനത്തിന് പിന്നിലെന്ന് ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവർ പറഞ്ഞതുപോലെയുള്ള രണ്ടുപേരെയും വണ്ടി കണ്ടെത്താനുമുള്ള നിർദ്ദേശങ്ങൾ ട്രാഫിക്കിന് നൽകി. ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ കിടന്ന സാന്ദ്രയുടെ മൊഴിയെടുത്തതിൽ നിന്നും റിപ്പർ നേരെ വന്ന് റയാൻ്റെ കാറിലേക്ക് ഇടിച്ചതാണെന്നും ശേഷം അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മുഖം മറച്ചൊരാൾ ഇറങ്ങി വന്ന് റയാന് ജീവനുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് അവനെ മറ്റൊരു വണ്ടിയിൽ കയറ്റി എവിടേക്കോ കൊണ്ടുപോയെന്നുമുള്ള സംഭവങ്ങൾ മനസ്സിലാക്കുകയും അതേ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ആമിയുടെ തിരോധാനം രഹസ്യമായി തന്നെ വെക്കാനായിരുന്നു തീരുമാനിച്ചത്. സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കീർത്തിയെയും ജാസ്മിനെയും വീട്ടിൽ കൊണ്ടാക്കിയത് സ്റ്റെഫിൻ തന്നെയായിരുന്നു. അവർ കരച്ചിലും ബഹളവുമായിരുന്നെങ്കിലും ആമിയുടെ സുരക്ഷ ഓർത്ത് ഒന്നും ആരും അറിയരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഇരുവരും എല്ലാം ഉള്ളിലടക്കാൻ ശ്രമിച്ചിരുന്നു. റയാൻ്റെ കാര്യം പോലീസ് കേസ് ആയതുകൊണ്ട് അവർ തലങ്ങും വിലങ്ങും ഓടി നടന്ന് അന്വേഷിക്കുന്നത് കൊണ്ടും റോബിനും സ്റ്റെഫിനും പോളും കൂടി വിശ്രമമില്ലാതെ അലഞ്ഞു നടന്നത് ആമിയെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. അതിൻ്റെ ഭാഗമായി തുടക്കമോ ഒടുക്കമോ അറിയാതെ അവർ ടൗൺ മുഴുവൻ അരിച്ചു പെറുക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അവളെ കടത്തിക്കൊണ്ടു പോകാൻ മാത്രം ശത്രുതയുള്ള അവളുടെ ഒരു ശത്രുവിനെ പോലും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പിന്നെ ആകെയുള്ളൊരു സംശയം റയാനുള്ള ഏതോ കെണിയാവാം അവളും ചെന്ന് വീണിരിക്കുക എന്നത് മാത്രമായിരുന്നു. റോബിൻ്റെ വാഹനം ഹൈവേയിലൂടെ ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ബ്ലൂടൂത്ത് കണക്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ അവൻ ഡ്രൈവിങ്ങിനിടയിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തതും സാർ, സതീഷാണ്, ട്രാഫിക്കിന്ന്. ആ പറഞ്ഞോ സതീഷ്. സാർ, ആ പെൺകുട്ടികൾ പറഞ്ഞതുപോലൊരു വണ്ടി ഹൈവേയിലൂടെ പാസ് ചെയ്യുന്നതിൻ്റെ CCTV വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. മറുതലയ്ക്കിൽ നിന്ന് കേട്ട വാർത്തയിൽ റോബിനൊപ്പം തന്നെ സ്റ്റെഫിനും പോളും ഞെട്ടലോടെ പരസ്പരം നോക്കി. സാർ, ആ സതീഷ്, എനിക്ക് ആ വിഷ്വൽസ് ഒന്ന് സെൻഡ് ചെയ്തേക്ക്. ഓക്കെ സാർ. കോൾ കട്ടായതും റോബിൻ വണ്ടിയൊരു സൈഡിലേക്ക് നിർത്തി മറ്റുള്ളവരെ നോക്കി. അതേസമയം തന്നെ അവൻ്റെ വാട്സാപ്പിലേക്ക് ഒരു നോട്ടിഫിക്കേഷനും വന്നിരുന്നു.